മലയാളത്തിന്റെ പ്രിയതാരം നിവിൻ പോളി വീണ്ടും സിംഹാസനത്തിലേക്ക് തിരിച്ചെത്തുന്നു. വേട്ടയാടാൻ നോക്കിയവർക്കും ചതിക്കുഴികൾ ഒരുക്കിയവർക്കും നിയമ പോരാട്ടത്തിലൂടെ മറുപടി നൽകി നിവിൻ ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ്. സിനിമാ സ്ക്രീനിലെ ബിജു പൗലോസ് ഇപ്പോൾ ജീവിതത്തിലും ഒരു റിയൽ ലൈഫ് ആക്ഷൻ ഹീറോയായി മാറിയിരിക്കുന്നു. കുറച്ചു കാലമായി നിവിൻ പോളിയെ ചുറ്റിപ്പറ്റിയുണ്ടായ വിവാദങ്ങൾ നാം കണ്ടതാണ്. ഗുരുതരമായ പീഡനാരോപങ്ങളെ അങ്ങേയറ്റം ആത്മവിശ്വാസത്തോടെ നേരിട്ട താരം സത്യം തെളിയുന്നതുവരെ പോരാടി ഒടുവിൽ ആ ആരോപണങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിമുക്തനായി താൻ നിരപരാധിയാണെന്ന് നിവിൻ തെളിയിച്ചു. ഇപ്പോഴിതാ ആക്ഷൻ ഹീറോ ബിജു 2 എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട കേസിലും നിവിൻ പോളിക്ക് തിളക്കമാർന്ന വിജയം ലഭിച്ചിരിക്കുന്നു. നിവിൻ പോളിയെയും സംവിധായകൻ എബ്രിഡ് ഷൈനെയും വഞ്ചനാ കുറ്റത്തിൽ കുടുക്കാൻ ശ്രമിച്ച ഷംനാസ് എന്നയാൾക്കെതിരെ കേസെടുക്കാൻ വൈക്കം മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. നിവിൻ പോളിയുടെ പോളി ജൂനിയർ എന്ന കമ്പനിക്കാണ് സിനിമയുടെ പൂർണ്ണ അവകാശമെന്നിരിക്കെ നിവിന്റെ ഒപ്പ് വ്യാജമായി ഇട്ട് ഷംനാസ് ഫിലിം ചേംബറിൽ നിന്ന് അവകാശം നേടിയെടുത്തു. മാത്രമല്ല കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ സത്യവാങ്മൂലവും നൽകി. ഇക്കാര്യങ്ങൾ കണ്ടെത്തിയ കോടതി BNSS വകുപ്പുകൾ പ്രകാരം ഷംനാസിനെതിരെ കർശന നടപടിക്ക് നിർദ്ദേശിച്ചിരിക്കുകയാണ്. വിവാദങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും അഭിനയത്തിൽ നിവിൻ വിട്ടുവീഴ്ച ചെയ്തില്ല. സർവമായ എന്ന പ്രോജക്റ്റിലൂടെയും ഏറെ പ്രശംസ പിടിച്ചുപറ്റിയ ഫാർമ എന്ന വെബ് സീരീസിലൂടെയും നിവിൻ തന്റെ പ്രതിഭ ഒരിക്കൽ കൂടി തെളിയിച്ചു. പ്രതിസന്ധികളെ വെട്ടിയൊതുക്കി വീണടത്തുനിന്ന് ഇരട്ടി കരുത്തോടെ എഴുന്നേൽക്കുന്ന നിവിൻ പോളി മലയാള സിനിമയ്ക്ക് വലിയൊരു പ്രതീക്ഷയാണ്. ഇനി ബിജു പൗലോസായി നിവിൻ വീണ്ടും സ്ക്രീനിൽ തകർക്കുന്നത് കാണാൻ കാത്തിരിക്കാം. മലയാളത്തിന്റെ പ്രിയതാരം നിവിൻ പോളി വീണ്ടും സിംഹാസനത്തിലേക്ക് തിരിച്ചെത്തുന്നു. വേട്ടയാടാൻ നോക്കിയവർക്കും ചതിക്കുഴികൾ ഒരുക്കിയവർക്കും നിയമ പോരാട്ടത്തിലൂടെ മറുപടി നൽകി നിവിൻ ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ്. സിനിമാ സ്ക്രീനിലെ ബിജു പൗലോസ് ഇപ്പോൾ ജീവിതത്തിലും ഒരു റിയൽ ലൈഫ് ആക്ഷൻ ഹീറോയായി മാറിയിരിക്കുന്നു. കുറച്ചു കാലമായി നിവിൻ പോളിയെ ചുറ്റിപ്പറ്റിയുണ്ടായ വിവാദങ്ങൾ നാം കണ്ടതാണ്. ഗുരുതരമായ പീഡനാരോപങ്ങളെ അങ്ങേയറ്റം ആത്മവിശ്വാസത്തോടെ നേരിട്ട താരം സത്യം തെളിയുന്നതുവരെ പോരാടി ഒടുവിൽ ആ ആരോപണങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിമുക്തനായി താൻ നിരപരാധിയാണെന്ന് നിവിൻ തെളിയിച്ചു. ഇപ്പോഴിതാ ആക്ഷൻ ഹീറോ ബിജു 2 എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട കേസിലും നിവിൻ പോളിക്ക് തിളക്കമാർന്ന വിജയം ലഭിച്ചിരിക്കുന്നു. നിവിൻ പോളിയെയും സംവിധായകൻ എബ്രിഡ് ഷൈനെയും വഞ്ചനാ കുറ്റത്തിൽ കുടുക്കാൻ ശ്രമിച്ച ഷംനാസ് എന്നയാൾക്കെതിരെ കേസെടുക്കാൻ വൈക്കം മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. നിവിൻ പോളിയുടെ പോളി ജൂനിയർ എന്ന കമ്പനിക്കാണ് സിനിമയുടെ പൂർണ്ണ അവകാശമെന്നിരിക്കെ നിവിന്റെ ഒപ്പ് വ്യാജമായി ഇട്ട് ഷംനാസ് ഫിലിം ചേംബറിൽ നിന്ന് അവകാശം നേടിയെടുത്തു. മാത്രമല്ല കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ സത്യവാങ്മൂലവും നൽകി. ഇക്കാര്യങ്ങൾ കണ്ടെത്തിയ കോടതി BNSS വകുപ്പുകൾ പ്രകാരം ഷംനാസിനെതിരെ കർശന നടപടിക്ക് നിർദ്ദേശിച്ചിരിക്കുകയാണ്. വിവാദങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും അഭിനയത്തിൽ നിവിൻ വിട്ടുവീഴ്ച ചെയ്തില്ല. സർവമായ എന്ന പ്രോജക്റ്റിലൂടെയും ഏറെ പ്രശംസ പിടിച്ചുപറ്റിയ ഫാർമ എന്ന വെബ് സീരീസിലൂടെയും നിവിൻ തന്റെ പ്രതിഭ ഒരിക്കൽ കൂടി തെളിയിച്ചു. പ്രതിസന്ധികളെ വെട്ടിയൊതുക്കി വീണടത്തുനിന്ന് ഇരട്ടി കരുത്തോടെ എഴുന്നേൽക്കുന്ന നിവിൻ പോളി മലയാള സിനിമയ്ക്ക് വലിയൊരു പ്രതീക്ഷയാണ്. ഇനി ബിജു പൗലോസായി നിവിൻ വീണ്ടും സ്ക്രീനിൽ തകർക്കുന്നത് കാണാൻ കാത്തിരിക്കാം. The Hourly News, truth every hour.